പ്രസ് വി എസ് അനോജ് ഉണ്ട് നമുക്കിപ്പം. വി എസ് അനോജ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നലെ വൈകുന്നേരം മുതൽ നമ്മളെ ഞെട്ടിച്ച ഒരു സംഭവം ഈ കോഴിക്കോട്ടെ വലിയ തീപിടുത്തമായിരുന്നു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലൊക്കെയാണ് ഒന്ന് തീ അണയ്ക്കാനൊക്കെ ആയത്. വേടൻ്റെ പരിപാടിയുണ്ട്, മറ്റ് ഒട്ടനവധി രാഷ്ട്രീയ കോളിളക്കങ്ങളൊക്കെ സംഭവിച്ച ഒരു ദിവസമാണ് ഇന്നലെ, ദിവസമായിരുന്നു ഇന്നലെ. അപ്പോൾ നമുക്ക് പത്രവാർത്തകൾ നോക്കിയാലോ? തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട, അതായത് കോഴിക്കോട്ടത്തെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എല്ലാ ഒന്നാം പേജുകളിലെയും പ്രധാനപ്പെട്ട ചിത്രം. ബാക്കി വാർത്തകളെല്ലാം ഉൾപേജിലാണ്. കാരണം ഇന്നലെ ചാനലുകളെല്ലാം അത് നിറഞ്ഞ് നിന്ന ഒരു വാർത്തയാണ് ആ തീപിടുത്തം സംബന്ധിച്ച്. അതിപ്പം നമ്മൾ അവിടെ മേയറുടെ പ്രസ്താവന കണ്ടു. അതുമായി ബന്ധപ്പെട്ട അനാസ്ഥ സംബന്ധിച്ച് നടപടിയെടുക്കും, അത് ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ച ചെയ്യുമെന്ന്. ഇത് സാധാരണ സ്ഥിരമായി പറയുന്നതാണ്. ധാരാളം ഈ രീതിയിലുള്ള സംഭവങ്ങൾ കോഴിക്കോട് സംഭവിക്കാറുണ്ട്, നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു വലിയ പാഠം കൂടിയാണ്. ഏതായാലും ആ വാർത്തകളുടെ, അല്ലെങ്കിൽ കോഴിക്കോട്ടത്തെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട വാർത്ത, അതിൻ്റെ ചിത്രം സഹിതമുള്ള ഒന്നാം പേജ് പ്ലേസിംഗ് എല്ലാം ഉണ്ട്. പക്ഷേ അതിൻ്റെ മറ്റു വിശദാംശങ്ങളെല്ലാം ഉൾപേജിലാണ്. മറ്റു വാർത്തകളിലേക്ക് വരുവാണെങ്കിൽ, ഏറ്റവും മലയാള മനോരമ ഇന്ന്, മനോരമയും ഹിന്ദു ഇന്ന് പ്രതിരോധ വകുപ്പിൻ്റെ അല്ലെങ്കിൽ പ്രതിരോധ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട വാർത്ത കാര്യമായി നൽകിയിട്ടുണ്ട്. അപ്പോൾ മനോരമയുടെ ഒന്നാം പേജ് തലക്കെട്ട് പ്രധാന വാർത്ത തന്നെ ആയുധമൂർച്ച കൂട്ടുന്നുവെന്നാണ്. വെടിനിർത്തൽ തുടരും, സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്ന് സൈന്യം. അപ്പം 40,000 കോടി കൂടി പ്രതിരോധ ബഡ്ജറ്റിലേക്ക് വരുന്നു എന്നുള്ള ഒരു പ്രധാന വാർത്ത നൽകിക്കൊണ്ടാണ് മലയാള മനോരമ. ഒപ്പം സ്വാഭാവികമായും മാർപ്പാപ്പ, പുതിയ പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങ് വലിയ പ്രൗഢഗംഭീരമായി തന്നെ നടന്നതിനെക്കുറിച്ചുള്ള വാർത്ത വലിയ പ്രാധാന്യത്തോടെ ലീഡാക്കി നൽകിയിട്ടുണ്ട്. ഐക്യം പുലരട്ടെ എന്നാണ് മനോരമ നൽകിയിരിക്കുന്ന തലക്കെട്ട്. ഈ പ്രധാനപ്പെട്ട ഈ 3 വാർത്തകളുടെ ഒന്നാം പേജുമായാണ് ഇന്ന് ഈ മലയാള മനോരമ. അതിന് ബാക്കി അരപ്പേജ് പരസ്യമാണ്. ഒപ്പം ഈ IMFൻ്റെ ഒരു മുന്നറിയിപ്പ് പാകിസ്ഥാന് വായ്പയുമായി ബന്ധപ്പെട്ട്. അതായത് ഈ സംഘർഷങ്ങൾ തുടർന്നാൽ വായ്പയുടെ പ്രധാനപ്പെട്ട റൂൾ എന്ന് പറയുന്നത്, അത് ഈ സംഘർഷം തീരാനുള്ള ഒരു കാരണം കൂടിയാണെന്ന് പറയുന്നു, ലോക മാധ്യമങ്ങൾ പറയുന്നു. അതായത് IMFൻ്റെ ഈ വായ്പയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ സംഘർഷം നടക്കുന്ന സാഹചര്യത്തിൽ ആ വായ്പയുടെ റൂൾസുമായിട്ട് അത് ചേരുന്നില്ല, അതുകൊണ്ട് ആ വായ്പ നിർത്തിവെക്കുക എന്നുള്ളൊരു ഭീഷണി കൂടെ നേരത്തെ വന്നു എന്നും കൂടെ അത്തരം വാർത്തകളും വന്നിരുന്നു. ഏതായാലും ആ വാർത്തയും കൂടെ നൽകിയിട്ടുണ്ട്. ഒപ്പം എനിക്കിന്ന് ഞാൻ വളരെ ശ്രദ്ധിച്ച ഒരു കാര്യം, ഒന്ന് ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട്, മറ്റൊന്ന് പോലീസിൽ നിന്നുള്ള ഈ സാധാരണ മനുഷ്യരുടെ നീതിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്. അത് പറയണം എന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ നാട്ടിലെ പോലീസ് 2 തരത്തിലാണ്. ഒന്ന്, ഒരു കേസ് അന്വേഷിക്കണം, അതല്ലെങ്കിൽ അതിൽ കുറ്റം ചെയ്തവരെ കണ്ടെത്തണമെന്ന് തീരുമാനിച്ചാൽ അതിനുള്ള അത്രയും കേപ്പബിളായ ഒരു പോലീസ് ഫോഴ്സുള്ള സംവിധാനമാണ് കേരളത്തിലേത്. അതിൻ്റെ സൈബർ വിങ് ഉൾപ്പെടെ അങ്ങനെയാണ്. അതല്ല, ഒരു കേസ്, ഏതെങ്കിലും തരത്തിൽ ഒരു കേസിൽ ഇടപെടലുണ്ടാവുകയോ ഒരു കേസ് നശിപ്പിക്കണമെന്ന് തീരുമാനിച്ചാൽ അതും പോലീസിനെ കൊണ്ട് സാധിക്കും. അതാണ് പോലീസിൻ്റെ ഒരു പ്രത്യേകത. ഒപ്പം നമ്മൾ നീതിക്കായി ചെല്ലുമ്പോഴുണ്ടാകുന്ന വിവേചനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഈ 2 വിഷയങ്ങൾ ഇന്നത്തെ പത്രങ്ങളിൽ പ്രസക്തമായി വന്നിരിക്കുന്നു. ഒന്ന്, നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മഹാരാഷ്ട്രയിലെ ബാർ അസോസിയേഷൻ്റെ അവരുടെ കോർഡിനേഷൻ മീറ്റിങ്ങിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ടും, മറ്റൊന്ന്, ഇന്ന് വീട്ടുജോലിക്കാരിയായ ഒരു ദളിത് സ്ത്രീയെ 20 മണിക്കൂർ അപമാനിച്ച് പോലീസ് എന്ന് മലയാള മനോരമയിലൊരു വാർത്തയുണ്ട്. ഈ വാർത്ത മറ്റ് ചാനലുകൾ നമ്മുടെ ഇന്ന് രാവിലെയുള്ള നമ്മൾ തന്നെ ഇന്ന് രാവിലെ കൊടുത്തിരുന്നു. അതായത് കുറ്റം സമ്മതിച്ചിട്ടില്ലാതെയും വേലക്കാരിയെ അവരെ ഈ സ്വർണം കാണാനില്ല എന്ന് പറഞ്ഞ് ഉണ്ടായിട്ടുള്ള പീഡനം സംബന്ധിച്ച് ഒരു വാർത്ത ഇന്ന് 4-ാം പേജിൽ മലയാള മനോരമ നൽകിയിട്ടുണ്ട്. വീട്ടുജോലിക്കാരിയായ ദളിത് സ്ത്രീയെ പോലീസിൻ്റെ മാനസിക പീഡനം, അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അസഭ്യവർഷവും മറ്റും യാതൊരു തരത്തിലുള്ള തെളിവുകളില്ല. സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം വലിയ രീതിയിൽ അപഹസിക്കുന്ന തരത്തിലേക്ക് പോലീസ് നീങ്ങി എന്നുള്ള ഒരു വാർത്തയ്ക്ക് മലയാള മനോരമ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു. ഈ വാർത്തയുടെ മറ്റൊരു വാർത്ത, ഇതുമായി ബന്ധപ്പെട്ട പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള മറ്റൊരു വാർത്ത മാതൃഭൂമിയിലുണ്ട്. അതിലേക്ക് ഞാൻ വരാം. ഏതായാലും മനോരമയിൽ ഈ വാർത്തയ്ക്കൊരു പ്രാധാന്യമുണ്ട്. ഒപ്പം PSLVയുടെ ദൗത്യം പരാജയപ്പെട്ടത് സംബന്ധിച്ച വാർത്തയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്നതുപോലെ ഇന്നലെ ഓപ്പറേഷൻ സിന്ദൂറിനെ വിമർശിച്ച പ്രൊഫസർ അറസ്റ്റിലായ വാർത്ത സംബന്ധിച്ചുണ്ട്. ഒപ്പം ഉക്രൈനിൽ നടക്കുന്ന ആക്രമണത്തിൻ്റെ സാഹചര്യത്തിൽ സെലൻസ്കി JD വാൻസിനെ കണ്ടതുണ്ട്, അതായത് പോപ്പിൻ്റെ ചടങ്ങിൽ. അതിൽ ഇന്നത്തെ മറ്റൊരു കൗതുക വാർത്ത എന്ന് പറയാവുന്നത്, കൗതുകം എന്ന് വെച്ചാൽ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് ഒരു ഞെട്ടിക്കുന്നൊരു വാർത്ത, ഈ എർലിൻ ഹാളണ്ട് പെനാൽറ്റി എടുക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടപ്പോൾ ആ പെനാൽറ്റി നിരസിക്കുകയും
മാഞ്ചസ്റ്റർ സിറ്റി തോൽക്കുകയും ചെയ്തു എന്നുള്ള വാർത്തയാണ്. അത് ഏതായാലും സ്പോർട്സ് പേജിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു താരമാണ്. അപ്പോൾ എർലിൻ ഹാലണ്ടിൻ്റെ ആദ്യ ഗോളിനേക്കുള്ള ആ ഒരു അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ അത് ആ ഗോള് ആ കിക്കെടുക്കാൻ വിസമ്മതിച്ചു. ആ കിക്കെടുക്കാത്തതിനെ തുടർന്ന് മറ്റൊരു താരം മർമൂഷിന് കൊടുക്കുകയും മർമൂഷിന് കിക്ക് ഗോൾ കീപ്പർ തടയുകയും ചെയ്തു എന്നുള്ളതാണ്. ആ വാർത്തയ്ക്ക് ഒരു കൗതുകമുണ്ട്. ഒപ്പം രോഹിത്തിനെ ബോറടിച്ചപ്പോഴാണ് ശാസ്ത്രി പിടിച്ച് ഓപ്പണറാക്കിയത് എന്നുള്ള ക്രിക്കറ്റിനെ കുറിച്ചുള്ള ശാസ്ത്രിയുടെ വെളിപ്പെടുത്തലും ഉണ്ട്. ഞാനിനി ഈ പോലീസിൻ്റെ കാര്യം പറഞ്ഞതിൽ നിന്ന് അതിലേക്ക് തന്നെ തിരിച്ചു വരാം. കാരണം ഇന്ന് മാതൃഭൂമിയുടെ 1-ാം പേജിൽ സഹപ്രവർത്തകയെ ബലാത്സംഗം ചെയ്ത SIയോട് പണം ചോദിച്ചു, AC-ക്കും പോലീസുകാരനും സസ്പെൻഷൻ. തിരുവനന്തപുരത്ത് നിന്നുള്ള വാർത്തയാണ്. അതായത് പ്രതിയായ സബ് ഇൻസ്പെക്ടറിൽ നിന്ന് 25 ലക്ഷം രൂപ ആവശ്യപ്പെട്ട അസിസ്റ്റന്റ് കമാൻഡന്റും സീനിയർ സിവിൽ പോലീസ് ഓഫീസർക്കും സസ്പെൻഷൻ. അത് ബലാത്സംഗത്തിന് വിധേയമായത് സഹപ്രവർത്തകയാണ്. ഇത്തരത്തിൽ ഇതൊരു പോലീസ് ഫോഴ്സിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വാർത്തയല്ലേ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം CSFൽ നിന്നുണ്ടായ കാര്യം പോലെ, അല്ലെങ്കിൽ ED കൈക്കൂലി ചോദിച്ചിട്ട് ED ഉദ്യോഗസ്ഥർ എനിക്കെതിരെ നിയമ നടപടി ഉണ്ടാകുന്നത് പോലെ, അതായത് നമ്മൾ നിയമം സംരക്ഷിക്കപ്പെടുമെന്ന് വിചാരിക്കുന്ന നമ്മൾ ജനതയ്ക്ക് മനുഷ്യർക്ക് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നതിൽ നിന്നാണ് ഇത്രയും വലിയ നിയമലംഘനം, ഇത്രയും വലിയ ഹാരാസ്മെൻറ്റും ഉണ്ടാകുന്നത്. ഇതിൻ്റെ മറ്റൊരു വാർത്ത എനിക്ക് പറയേണ്ടത്, അതായത് ടൈംസ് ഓഫ് ഇന്ത്യയും ഹിന്ദു ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ BR ഗവായിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. BR ഗവായ് നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇന്ന് 2 വാർത്തകളുണ്ട്. ഒന്ന്, അവിടുത്തെ BR ഗവായി ഇടപെട്ട് ഒരു ജസ്റ്റിസ് ബേല M ത്രിവേദിക്ക് ആദരവൊരുക്കി ചീഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ട്. അതായത് അഭിഭാഷകരുടെ അഴിമതി അടക്കമുള്ള കാര്യങ്ങളിൽ കർശന നിലപാടെടുത്ത ബേല M ത്രിവേദി എന്ന് പറയുന്ന ആ ജസ്റ്റിസിനെ ഈ അഭിഭാഷക അസോസിയേഷൻ, അവരുടെ ബാർ അസോസിയേഷൻ്റെ യാത്രയപ്പ് പതിവുണ്ട്, അത് നടത്തിയില്ല. അപ്പോൾ അതിലേക്ക് അദ്ദേഹം തന്നെ ഇടപെട്ടിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയുണ്ട്. ഒപ്പം ഏറ്റവും കൗതുകകരമായ മറ്റൊരു വാർത്തയുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് പറയാവുന്നത് മഹാരാഷ്ട്രയിൽ ഇന്നലെ നടന്ന ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ടാണ്. അതിൽ അദ്ദേഹം പറയുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് സുപ്രീം എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത ടൈംസ് ഓഫ് ഇന്ത്യ നൽകിയിരിക്കുന്നു. ഓൾ ഇറ്റ്സ് വിങ്സ് മസ്റ്റ് വർക്ക് ടുഗെദർ. അതായത് ഗവായ് ടേക്സ് നോട്ട് ഓഫ് പ്രോട്ടോകോൾ ലാബ്സ് എന്നാണ്. മഹാരാഷ്ട്രയിൽ ഗോവ, മഹാരാഷ്ട്ര സർക്കാരുകളുടെ ഈ ബാർ അസോസിയേഷനും അതുമായി ബന്ധപ്പെട്ട അവരുടെ എല്ലാം ഒരു കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട യോഗത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പങ്കെടുക്കുന്നു. പക്ഷേ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി അടക്കം ഒരാൾ പോലും, പ്രധാനപ്പെട്ട ആളുകൾ ആരും തന്നെ ആ ചടങ്ങിൽ എത്തിയില്ല. ഒരു പ്രോട്ടോകോൾ ലംഘനമാണത്. അത് BR ഗവായി ഈ ജസ്റ്റിസ് KG ബാലകൃഷ്ണന് ശേഷമുള്ള ഒരു ദളിത് ചീഫ് ജസ്റ്റിസും കൂടിയാണ് എന്ന് ആലോചിക്കണം. ഇത് ഇന്നത്തെ ഈ രീതിയിൽ ഈ വാർത്തയ്ക്ക് വേറെ തരത്തിലുള്ള മാനങ്ങളുണ്ട്. അതാണ് ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിച്ചത്. ഏതായാലും മാതൃഭൂമിയിലേക്ക് തിരിച്ചു വന്നാൽ നമ്മുടെ തരൂരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണല്ലോ. തരൂർ സമിതിയിൽ, അന്താരാഷ്ട്ര സമിതിയിലേക്ക് ഈ കാര്യങ്ങൾ രാജ്യങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പോകുന്നു എന്നുള്ളത്. അപ്പോൾ അതിൽ പാർട്ടിയുടെ സമ്മതം വാങ്ങിയില്ല എന്നുള്ള വാർത്ത അവർ നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ പോലീസിലെ സ്ഥലം മാറ്റം തീരുമാനം, അല്ലെങ്കിൽ ഷഫിൾ ചെയ്ത തീരുമാനം വേണ്ടെന്ന് നിശ്ചയിച്ചതിനെ സംബന്ധിച്ച് യോഗേഷ് ഗുപ്ത എന്ന് പറയുന്ന പോലീസ് ഉന്നത ഉദ്യോഗസ്ഥനെ ലക്ഷ്യം വെച്ചുള്ള തീരുമാനമായിരുന്നു എന്നുള്ള വാർത്തയ്ക്കും മാതൃഭൂമി പ്രാധാന്യം നൽകിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത എനിക്ക് തോന്നിയത് ഈ കൈക്കൂലി റാക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ദേശാഭിമാനി നൽകിയ വാർത്തയാണ്. അത് EDയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഈ EDയുടെ ഡെപ്യൂട്ടി ഡയറക്ടറും അഴിമതിക്ക് ഈ കൈക്കൂലിയുടെ പേരിൽ ഭീഷണിപ്പെടുത്തിയെന്ന് അതിൽ പറയുന്നുണ്ട്. ഇത്തരത്തിൽ നിരവധി വാർത്തകളുണ്ട്. ഒന്ന്, UPയിലെ സർക്കാർ സ്കൂളുകളിൽ 21 ലക്ഷം കുട്ടികൾ കുറഞ്ഞു എന്ന് ദേശാഭിമാനി എഴുതുന്നു. ആ രീതിയിൽ നിരവധി വാർത്തകളുള്ളൊരു ദിവസം. ഒപ്പം ചെയ്തു മറ്റൊരു കൗതുകകരമായ വാർത്തയുണ്ട്. ബീറിൻ്റെ വിൽപ്പന കേരളത്തിൽ താഴേക്ക് പോകുന്നു എന്ന് ദേശാഭിമാനി എഴുതുന്നുണ്ട്. ഏതായാലും ഹിന്ദു ഇന്ന് സ്റ്റാലിൻ മറ്റ് സംസ്ഥാനങ്ങളുടെ ഒരു കോർഡിനേഷൻ ഈ ഫെഡറൽ സംവിധാനവുമായി ബന്ധപ്പെട്ട് വിളിക്കണമെന്ന് ആഗ്രഹിച്ചു എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഏഞ്ചൽ ഡി മരിയ ഈ ക്ലബ് ഫുട്ബോളിൽ നിന്ന് വിരമിക്കാൻ പോകുന്നു എന്ന് പറയുന്ന വാർത്തയുണ്ട്. അതുപോലെ തന്നെ ബസ്തറിലെ ഒരു വാർത്തയും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് വൈൻഡപ്പ് ചെയ്യാം എന്ന് എനിക്ക് തോന്നുന്നു. ബസ്തറിലെ കുറേ കാലത്തിന് ശേഷം, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ബസ്തർ മേഖലയിലുള്ള ഈ ബാങ്കുകളുടെ
ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ച് ആരംഭിക്കുന്നു. അവിടെ അത്തരം സ്ഥാപനങ്ങളെല്ലാം തന്നെ അടച്ചുപൂട്ടപ്പെട്ട ഒരു സമയമുണ്ടായിരുന്നു. ആഫ്റ്റർ 25 ഇയേഴ്സ് ബാങ്കിങ് സർവീസ് റീസ്റ്റോർഡ് ഇൻ റിമോട്ട് ഏരിയാസ് ഓഫ് ബസ്തർ കോൺഫ്ലിക്റ്റ് സോൺ, നക്സൽ എഫക്റ്റഡ് ഏരിയ ആയതുകൊണ്ട് ആദ്യമായിട്ട് 25 വർഷത്തിന് ശേഷം അവിടെ ഒരു ബാങ്കിങ് സർവീസ് ആരംഭിക്കുന്നു എന്നുള്ള കൗതുക വാർത്തയുണ്ട്. ഏതായാലും ധാരാളം വാർത്തകളുള്ള ദിവസമാണ്. എന്തായാലും പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ശുഭദിനം നേരുന്നു. സേതു. ഓക്കെ വി എസ് അനുജൻ.